അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമസ്ത 100-ാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ജൂൺ 25-ന് ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സിറാജ് എഡിറ്റോറിയലിൽ എഴുതിയ ലേഖനം അവതരിപ്പിക്കുന്നത് ഷാഹുൽ. കേരളത്തിലെ മുസ്ലിം സമൂഹം പല വിധത്തിൽ അരക്ഷിതാവസ്ഥ അഭിമുഖീകരിച്ച കാലമായിരുന്നു 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങൾ. മാപ്പിളമാർക്കെതിരെ പല വിധത്തിൽ ബ്രിട്ടീഷ് ഭരണകൂടം അടിച്ചമർത്തലുകൾ കൊണ്ടുവന്ന കാലം. അതേ തുടർന്ന് മലബാർ സമരവും വാഗൺ ട്രാജഡി ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളും അരങ്ങേറി. കുടുംബനാഥർ വേട്ടയാടപ്പെട്ടു. അനാഥരുടെ എണ്ണം വർദ്ധിച്ചു. സാമൂഹിക രംഗത്തെ ഈ അരക്ഷിതാവസ്ഥ സമുദായത്തിലെ വിദ്യാഭ്യാസ സ്ഥിതിയെയും കാര്യമായി ബാധിച്ചിരുന്നു. ഈ സമയത്തു തന്നെയാണ് മുസ്ലിങ്ങൾക്കിടയിൽ പിന്നോക്കാവസ്ഥ മുതലെടുത്ത് ചില കൂട്ടായ്മകൾ സാമൂഹിക ഐക്യത്തിന്റെയും ഉന്നമനത്തിന്റെയും പേരിൽ മതത്തിനകത്ത് പരിഷ്കരണവാദവുമായി മുന്നോട്ടു വരുന്നത്. ഇത് എല്ലാ ഇല്ലായ്മയിലും വിശ്വാസത്തിലും ആദർശത്തിലും ഒന്നിച്ചു നിന്ന സമുദായത്തെ പിളർത്താനുള്ള ബ്രിട്ടീഷ് തന്ത്രമായി തന്നെ ഇപ്പോൾ നമുക്ക് ആ കൂട്ടായ്മകളെ കാണാൻ സാധിക്കും. എന്തെന്നാൽ എല്ലാ അർത്ഥത്തിലും മനുഷ്യരെ പിഴിഞ്ഞ് അടിച്ചമർത്തി ഭരണം നടത്തിയിരുന്ന അധിനിവേശ ഭരണകൂടത്തിനെതിരെ മുസ്ലിങ്ങളെ ഒന്നിച്ചു നിർത്തിയത് അവരുടെ ആദർശ ഐക്യവും ചൂഷണത്തിനും വർഗീയതക്കുമെതിരായ മതബോധ്യമായിരുന്നല്ലോ. അപ്പോൾ തീർച്ചയായും ഭിന്നിച്ചു ഭരിക്കുക എന്ന തന്ത്രത്തിൽ നിന്നാകാം പുത്തനാശയ പ്രസ്ഥാനങ്ങളെ വെള്ളക്കാർ രംഗത്തിറക്കിയത്. പ്രമാണങ്ങളെയും അതിൽ ഊന്നിയുള്ള പൈതൃകത്തെയും നിഷേധിച്ച ആ സംഘത്തിന്റെ പ്രചാരണങ്ങളിൽ ചിലരെങ്കിലും വീണുപോയെന്നാണ് സത്യം. ബ്രിട്ടീഷുകാർക്കെതിരിൽ ജനങ്ങളെ ബോധവാന്മാരാക്കാനെന്ന പേരിൽ ഇവർ പ്രസിദ്ധീകരിച്ച പത്രങ്ങൾ മതവിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. വിശ്വാസികളെയും പൊതുജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു പാരമ്പര്യ നിഷേധവും അന്ധമായ മതപരിഷ്കരണവാദവും അജണ്ടയാക്കിയ നവീന തീവ്ര ചിന്താഗതിക്കാരുടെ പ്രവർത്തനങ്ങൾ അക്കാലത്ത് നടന്നിരുന്നത്. അവരുടെ വാർഷിക സമ്മേളനത്തിൽ നവീനവാദങ്ങളും തീവ്ര ആശയങ്ങളും അവതരിക്കപ്പെട്ടു. ഇതോടെ അപകടം മണത്തറിഞ്ഞ സുന്നി പണ്ഡിതർ ഇവർക്കെതിരെ പ്രതിരോധം തീർക്കേണ്ടതിന്റെ അനിവാര്യത ചർച്ച ചെയ്തു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തു തന്നെ അവിടുത്തെ ജീവിതം നേരിട്ട് ദർശിച്ച് മനസ്സിലാക്കിയ സ്വഹാബികളിലൂടെ പ്രസരിച്ച ദീനാണ് നാളത്രയും ഇവിടെ നിലനിന്നിരുന്നത് എന്നതിനാൽ ഇസ്ലാമിക ആശയാദർശത്തെക്കുറിച്ച് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഉൾപ്പെടെ ആദ്യകാലത്തും പിന്നീടും വന്ന മഹത്തുക്കളായ ഉലമാക്കളുടെ നേതൃത്വത്തിൽ വ്യവസ്ഥാപിതമായി നിലനിന്നിരുന്ന ദർസുകളിലൂടെ മുസ്ലിം സമൂഹം ഇക്കാര്യത്തിൽ വലിയ അറിവാർജിച്ചിരുന്നു. ബ്രിട്ടീഷ് അതിക്രമങ്ങൾ വ്യാപകമായ ഇക്കാലത്ത് ഈ വൈജ്ഞാനിക പ്രസരണത്തിന്റെ തോത് അല്പം കുറഞ്ഞിരുന്നു. ഈ സാഹചര്യം മുതലെടുക്കാനാണ് പുത്തനാശയ സംഘങ്ങൾ ശ്രമം ആരംഭിച്ചത്. സമൂഹം അഭിമുഖീകരിച്ച ഈ സവിശേഷ അന്തരീക്ഷത്തെ നേരിടാൻ തന്നെ അക്കാലത്തെ ഉലമാക്കൾ തയ്യാറായി. മഹാനായ അഹ്മദ് കോയ ഷാലിയാത്തി, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അച്ചിപ്ര കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ, പള്ളിപ്പുറം അബ്ദുൽ ഖാദിർ മുസ്ലിയാർ മുതലായ പണ്ഡിതർ പുത്തനാശയക്കാരെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തിൽ അജണ്ടകൾക്ക് രൂപം നൽകുന്നതിനായി വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ വസതിയിൽ ഒരുമിച്ചുകൂടി. തുടർന്ന് കോഴിക്കോട് കുറ്റിച്ചിറ ജുമാ മസ്ജിദിൽ ഒരു പണ്ഡിത സംഗമം വിളിച്ചു ചേർക്കുകയും അഡ്ഹോക്ക് കമ്മിറ്റിക്ക് രൂപം നൽകുകയും ഉണ്ടായി. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ നടത്തി കോഴിക്കോട് ടൗൺ ഹാളിൽ പണ്ഡിത മഹാസമ്മേളനം വിളിച്ചു ചേർക്കുക എന്നതായിരുന്നു മേൽ കമ്മിറ്റിയുടെ പ്രധാന ചുമതല. 1926 ജൂൺ 26-ന് കോഴിക്കോട് ചരിത്ര സംഗമത്തിന് വേദി ഉണർന്നു. വിദൂര ദിക്കുകളിൽ നിന്ന് പോലും ഉലമാക്കളും സാദാത്തുക്കളും കോഴിക്കോട് ടൗൺ ഹാളിൽ എത്തി. കോഴിക്കോട് കാസി സയ്യിദ് ഹാഷിം ചെറുകുഞ്ഞിക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന മഹാസമ്മേളനത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹാപ്രസ്ഥാനം പിറവിയെടുത്തു. സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രസിഡന്റും പള്ളിവീട്ടിൽ മുഹമ്മദ് മുസ്ലിയാർ കോഴിക്കോട് ജനറൽ സെക്രട്ടറിയുമായുള്ള കമ്മിറ്റി നിലവിൽ വന്നു. അക്കാലം മുതൽ പാരമ്പര്യ വിരുദ്ധ നവീന തീവ്ര ആശയങ്ങളെ സമ്മേളനങ്ങൾ, സംവാദങ്ങൾ, എഴുത്തുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുതലായവയിലൂടെ നിരന്തരമായ പോരാട്ടങ്ങൾ നടത്തി സമസ്ത പ്രതിരോധിച്ചു. അതോടൊപ്പം സമുദായത്തിന്റെ സാമൂഹിക വികാസം സാധ്യമാക്കാനുള്ള പദ്ധതികളും ഘട്ടം ഘട്ടമായി നടപ്പാക്കി. 1926 അംഗീകരിക്കുകയും 1934 രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത സമസ്തയുടെ നിയമാവലിയിൽ 1-ാം നമ്പറായി ചേർത്ത 5 ഉദാത്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എക്കാലത്തും പ്രസക്തമാണ്.
പരിശുദ്ധ ഇസ്ലാമിന്റെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ വിധിക്കനുസരിച്ച് പ്രബോധനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക മുസ്ലിം സമുദായത്തിന് മതപരമായും സാമുദായികമായും ഉണ്ടായിരിക്കേണ്ട അവകാശങ്ങൾ സംരക്ഷിക്കുക, മതവിശ്വാസത്തെ പ്രചരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന് പുറമെ മതവിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഹാനി തട്ടാത്ത വിധത്തിലുള്ള ലൗകിക വിദ്യാഭ്യാസ വിഷയത്തിലും വേണ്ടത് പ്രവർത്തിക്കുക തുടങ്ങിയ സ്ഥാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് തെല്ലുമിടറാതെയും ഊർജം ഉൾക്കൊണ്ടുമാണ് സമസ്ത ഇന്നും പ്രവർത്തിക്കുന്നത്. ആദർശരംഗത്ത് കൃത്യമായ പദ്ധതികൾ തന്നെ ഇതേ തുടർന്നുണ്ടായി. വയലുകളും സംവാദങ്ങളും പ്രസിദ്ധീകരണങ്ങളും പുത്തൻവാദികളുടെ ആശയ പാപ്പരത്വം വെളിപ്പെടുത്തി. ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ ഒരിടത്തും അവർക്ക് ഒട്ടും വേരോട്ടം ലഭിക്കാതെ പോയി. വിശ്വാസികൾ ഏകീകരിക്കപ്പെട്ടു എന്നതാണ് പ്രധാന നേട്ടങ്ങളിലൊന്ന്. പ്രാദേശികമായി പല ആളുകളുടെ പേരിൽ ഒത്തൊരുമിക്കുക എന്നതിനപ്പുറം ഒരേ ആശയത്തിൽ ജനങ്ങളെ ഒന്നിപ്പിക്കാനായി. ഇത് അബദ്ധത്തിൽ ചാടുന്നതിൽ നിന്നും തീവ്ര ചിന്താഗതികളിൽ നിന്നും അവരെ സംരക്ഷിച്ചു. ഇക്കാര്യത്തിൽ സമസ്ത എത്ര കൃത്യമായ ഇടപെടലുകളാണ് നടത്തിയതെന്ന് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ വരെ മാത്രം സഞ്ചരിച്ചാൽ മതി. വിദ്യാഭ്യാസ മേഖലയിലും തുടക്കകാലം മുതൽ സമസ്ത സവിശേഷ ശ്രദ്ധ പുലർത്തി. ദർസുകളും ഓത്തുപള്ളികളും സ്ഥാപിച്ച് വിശ്വാസി സമൂഹത്തിന്റെ സാക്ഷരത ശക്തിപ്പെടുത്തി. അറബി മലയാള ഗ്രന്ഥങ്ങളിലൂടെയും ആനുകാലികങ്ങളിലൂടെയും സമുദായത്തിന്റെ പൊതുവിജ്ഞാനവും മറ്റും ശക്തിപ്പെടുത്തി. മദ്രസ സംവിധാനത്തിന്റെ ആവിഷ്കാരമായിരുന്നു ഇതിൽ എടുത്തു പറയേണ്ട സുപ്രധാനമായ നേട്ടം. പ്രാഥമിക മതവിജ്ഞാന രംഗത്ത് ലോകത്തൊരിടത്തും മാതൃകയില്ലാത്ത വിധം വിപുലവും വ്യവസ്ഥാപിതവുമായ സംവിധാനമായി. മനുഷ്യരെ ചിട്ടപ്പെടുത്തുന്ന ഇടങ്ങളായി മദ്രസകൾ മാറി. അതൊരു വലിയ മാറ്റം തന്നെയായിരുന്നു. വിശ്വാസപരമായി മാത്രമല്ല, മൂല്യവും അച്ചടക്കവും ദയാവായ്പുമുള്ള സമൂഹമാണ് ഇതിലൂടെ സാധ്യമായത്. സാമൂഹിക ക്ഷേമരംഗത്തും സമസ്ത കൃത്യമായ ഇടപെടലുകൾ നടത്തി. അനാഥരെ സംരക്ഷിക്കാനും നിർധരരെ ചേർത്തു പിടിക്കാനും പാവപ്പെട്ടവർക്ക് അന്നവും അറിവും അഭയവും നൽകാനും പദ്ധതികൾ രൂപപ്പെട്ടു. പിൽക്കാലത്ത് സമസ്തയ്ക്ക് കീഴിൽ രൂപപ്പെട്ട പോഷക സംഘടനകൾ ഈ ദൗത്യങ്ങൾ ഏറ്റുനിർവഹിച്ചു. നിരവധി ഉപഘടകങ്ങളും സാംസ്കാരിക കൂട്ടായ്മകളും പ്രസിദ്ധീകരണങ്ങളും സമസ്തയെ ശക്തിപ്പെടുത്തുകയും ആശയങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. പല വിധത്തിൽ അരക്ഷിതാവസ്ഥ നേരിട്ട ഈ സമൂഹത്തെ എല്ലാ അർത്ഥത്തിലും സമസ്ത നവീകരിച്ചു. ആശയപരമായും വൈജ്ഞാനികമായും തങ്ങളെ ദൃഢപ്പെടുത്തുകയും നവീകരിക്കുകയും ചെയ്ത സമസ്തയെ ജനം ചേർത്തുപിടിച്ചു. വലിയ പിന്തുണ നൽകി അഭിവൃദ്ധിയുടെ വഴിയിൽ കൂടെ നിന്നു. കേരളത്തിൽ സാധ്യമായ ഈ മുന്നേറ്റത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതോടൊപ്പം നമ്മുടെ മാതൃക മറ്റു സംസ്ഥാനങ്ങളിൽ വ്യവസ്ഥാപിതമായി വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് 100 വർഷമാകുമ്പോൾ മുന്നിലുള്ളത്. വിദ്യാഭ്യാസവും സാമൂഹികവുമായ ക്രമീകരണത്തിലൂടെ സമൂഹത്തെ മുന്നോട്ട് നയിച്ച സമസ്ത ഇതിനകം ഒട്ടേറെ വെല്ലുവിളികൾ നേരിട്ടു. എന്നാൽ ആശയഭദ്രതയും നേതാക്കളുടെ നിശ്ചയദാർഢ്യവും ഒരു നൂറ്റാണ്ട് പിന്നിട്ടപ്പോഴേക്ക് സംഘടനയെ കൂടുതൽ വിപുലപ്പെടുത്തി. സമാന കാലഘട്ടത്തിൽ ആരംഭിച്ച പല പ്രസ്ഥാനങ്ങളും നാമാവശേഷമാകുകയോ മെലിയുകയോ ചെയ്തപ്പോഴാണ് സമസ്ത കൂടുതൽ ശക്തിപ്പെട്ടതെന്ന് പുറമെ നിന്നുള്ളവർ അത്ഭുതത്തോടെയാണ് ഇപ്പോഴും വീക്ഷിക്കുന്നത്. 100ാം വാർഷികത്തോടനുബന്ധിച്ച് സമൂഹത്തെയും രാജ്യത്തെയും മുന്നോട്ട് നയിക്കുന്ന വിവിധ പദ്ധതികളാണ് സമസ്ത മുന്നോട്ട് വെച്ചിട്ടുള്ളത്. രാജ്യത്തെ മതേതരത്വവും ഐക്യവും ശക്തിപ്പെടുത്താനും ന്യൂനപക്ഷങ്ങളെയും പാർശ്വവൽകൃത ജനതയെയും സ്വയം പര്യാപ്തമാക്കാനും തീവ്രവാദ മതപരിഷ്കരണ മതനിരാസ സമീപനങ്ങളെ ചെറുക്കാനുമുള്ള പുതിയ കർമ്മ പദ്ധതികൾ വരും വർഷങ്ങളിൽ സമസ്ത നടപ്പാക്കും. ആദർശവും ആത്മീയവുമായ പുരോഗതി സൃഷ്ടിക്കുന്നതോടൊപ്പം സേവന, സാന്ത്വന, ആരോഗ്യ മേഖലകളിൽ വിപുലമായ കർമ്മ പദ്ധതി നടപ്പാക്കി. സ്വസ്ഥമായ സാമൂഹിക അന്തരീക്ഷം സാധ്യമാക്കാനും സംഘടന മുന്നിലുണ്ടാവും. 1 നൂറ്റാണ്ടോളം കേരളീയ മുസ്ലിം സമൂഹത്തെ മുന്നോട്ട് നയിച്ച ആത്മീയവും വിദ്യാഭ്യാസപരമായും വെളിച്ചം നൽകിയ ഒരു സംഘടന 100 വർഷത്തിലേക്ക് കടക്കുമ്പോൾ ചരിത്രത്തിലേക്കും നിലപാടുകളിലേക്കും ആദർശ ദൃഢതയിലേക്കുമുള്ള ഒരു എത്തിനോട്ടം കൂടിയാകുന്നുണ്ട് അത്. അതുകൊണ്ട് തന്നെയാണ് ഭാവി പദ്ധതികളേക്കാൾ രൂപവൽക്കരണ സാഹചര്യവും അസ്തിത്വവും ആശയഭദ്രതയുമെല്ലാം സമൂഹമധ്യേ സംസാര വിഷയമാകുന്നതും ഏവരും സമസ്തയെ ശരിവെക്കുന്നതും. ഈ വേളയിൽ ആഗോള സാഹചര്യം കൂടുതൽ അരക്ഷിതമാണ്. പശ്ചിമേഷ്യ സംഘർഷഭരിതമാകുമ്പോൾ ലോകത്തിന് സമാധാനത്തിന്റെ സന്ദേശമാണ് ഈ 100ാം സ്ഥാപക ദിനത്തിൽ സമസ്ത നൽകുന്നത്.
സമസ്ത എക്കാലവും മുറുകെ പിടിച്ച വർഗീയ വിരുദ്ധ, തീവ്രവാദ വിരുദ്ധ സമാധാന മാധ്യമ നിലപാടിന്റെ വിളംബരം തന്നെയാണ് ഒരർത്ഥത്തിൽ ഇന്ന് നടക്കുന്ന ലോക സമാധാന സമ്മേളനവും. സമകാലിക സാമൂഹിക അവസ്ഥ പലവിധ വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലത്ത് നമുക്ക് നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ഈ പണ്ഡിത കൂട്ടായ്മക്കൊപ്പം ഒന്നിച്ചു നിൽക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.